പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പേര് ജോസഫ് ഷാലിൻ. ഞാൻ 2011 മുതൽ എംപറർ ഇമ്മാനുവേൽ വിശ്വാസിയാണ്. എന്നെ കഴിഞ്ഞ 2023 ജൂലൈ 24 ഔദ്യോഗികമായി ജോസ് മാത്യു വിളിച്ച്, അതായത് സിയോൺ സോണിലെ റീജിയണൽ കോർഡിനേറ്റർ ജോസ് മാത്യു വിളിച്ച് എന്നെ ഔദ്യോഗികമായി സിയോണിൽ നിന്ന് പുറത്താക്കിയതാണ്. അതിൻ്റെ കാരണം ഇതുവരെയും സിയോൺ ശുശ്രൂഷകർക്കും പുരോഹിതർക്കും ഇതുവരെ പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ സിയോണിൽ ഇരുപത്തഞ്ച് 1/2024 കാലത്ത് സിയോണിലേക്ക് പോകിയപ്പോൾ അവിടുത്തെ മെയിൻ ഗേറ്റിലെ സെക്യൂരിറ്റിക്കാരനായ റോബിൻസൺ ഞാൻ തല്ലിയെന്നും അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ആളൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കേസിൻ്റെ മൊഴിയുടെ പകർപ്പാണ് ഇത്. ഞാനത് വായിക്കാം. റോബിൻസൺ, 43 വയസ്സ്, പിന്നെ പിതാവിൻ്റെ പേര്, ഡേറ്റ്, പോലീസുകാരത് ആളൂർ പോലീസ്. മൊഴി: ഞാൻ ഇപ്പോൾ സ്റ്റേഷനിൽ വന്നത് 25/1/2024 തീയതി രാവിലെ 9:40 മണിക്ക് ഞാൻ സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കി വരുന്ന മുരിയാട് എംപറർ ഇമ്മാനുവേൽ ചർച്ചിൻ്റെ മെയിൻ ഗേറ്റിന് മുമ്പിൽ വെച്ച് ജോസഫ് ഷാലിൻ എന്നയാൾ എന്നെ അസഭ്യം വിളിച്ചു പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ദേഹോപദ്രവം ഏൽപ്പിച്ച കാര്യം പറയാനാണ്. 2016 വർഷം മുതൽ ഞാൻ ഇവിടെ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തു വരികയാണ്. ഞാൻ മുരിയാട് കപ്പാറ കോളനിക്കടുത്താണ് താമസിക്കുന്നത്. 10 വർഷങ്ങളായി. ഇന്ന് രാവിലെ 6:45 മണിക്ക് ജോലി ആരംഭിച്ചു. ഇന്ന് എംപറർ ഇമ്മാനുവേലിൽ പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ധാരാളം എംപറർ ഇമ്മാനുവേൽ സഭാവിശ്വാസികൾ അവിടെ കൊണ്ടിരുന്നു. സഭാവിശ്വാസികളുടെ പാസ് പരിശോധിച്ച് ശരിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഇവരെ അകത്ത് പ്രവേശിച്ചത്. ഇന്ന് രാവിലെ 9:40 മണിക്ക് ഞാൻ സഭാവിശ്വാസികളുടെ പാസ് പരിശോധിക്കുന്നതിനിടയിൽ ഒരാൾ ഗേറ്റിൽ വന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച സമയം ഞാൻ പാസ് ചോദിച്ചു. ഈ സമയം അയാൾ പെട്ടെന്ന് നിനക്ക് ജോസ് ഷാലിനെ ശരിക്കും അറിയില്ലെന്നും പ്രക്കാത്ത മോനെ എന്നും നീ ആരോടാ എന്നെ തടയാൻ എന്നും നീയൊക്കെ ഉച്ചയ്ക്ക് കത്തിക്കും ഞാൻ എന്നും കളമശ്ശേരിയിൽ നടന്ന കണ്ടില്ലേടാ നിൻ്റെ സമ്മേളനം കാണിച്ചു തരാമെന്നും ഒരു എണ്ണം പോലും ബാക്കിയുണ്ടാവില്ല, നീയും നിൻ്റെ സകല പൊട്ടിത്തെറിക്കും എന്നും മറ്റും പറഞ്ഞ് എൻ്റെ മുഖത്ത് കൈവീശി അടിച്ചു. ഇത് കണ്ട് സ്ഥലത്തുണ്ടായിരുന്ന വിശ്വാസികൾ വന്ന സമയം അയാൾ റോട്ടിലേക്ക് കുറച്ച് മാറി നിന്ന് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആരോ പോലീസിനെ വിളിച്ചു. അപ്പോൾ അയാൾ അവിടെ നിന്നും പോയി. അയാളെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. അയാൾ ഒല്ലൂരിലാണ് താമസിക്കുന്നതെന്നും മുമ്പ് ഈ ഭാഗത്ത് എംപറർ ഇമ്മാനുവേൽ സഭ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ആളാണെന്നും പേര് ജോസഫ് ഷാലിനാണെന്നും അയാളുടെ മോശപ്പെട്ട പ്രവർത്തികൾ കാരണം കൂട്ടായ്മയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണെന്നും പറഞ്ഞ് അറിഞ്ഞു. ആയതിൻ്റെ വിരോധത്താലാണ് ജോസഫ് ഷാലി എന്നോട് ഇപ്രകാരം ചെയ്യാൻ കാരണം. ഞാൻ BCom വരെ പഠിച്ചിട്ടുണ്ട്. ഞാൻ എംപറർ ഇമ്മാനുവേൽ സഭാവിശ്വാസിയാണ്. സംഭവം ആളൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയാണ്. എൻ്റെ ഫോൺ നമ്പർ ഞാനതിവിടെ പറയുന്നില്ല, ഇതാണ്. ഇക്കാര്യത്താൽ എനിക്ക് പരാതിയുണ്ട്. മേൽ നടപടി അപേക്ഷ. മൊഴി വായിച്ചു നോക്കി സാക്ഷി ശരിയെന്ന് സമ്മതിച്ചു. ഒപ്പ് പോലീസുകാരൻ. ഈ ദിവസത്തെ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. സത്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, ഇതിൽ ചില തെറിവാക്കുകളും മോശപ്പെട്ട, അതായത് നിൻ്റെ ഡാഷ് സമ്മേളനം, അതായത്
എംപറർ ഇമ്മാനുവലിൽ നടക്കുന്ന കൂടാരത്തിരുന്നാൾ 1-ാം തീയതി മുതൽ ജനുവരി 1 മുതൽ 30-ാം തീയതി വരെ നടക്കുന്ന കൂടാരത്തിരുന്നാൾ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്നും അത് എംപറർ ഇമ്മാനുവൽ വിശ്വാസികൾക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്നും ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ പറയാത്തത്. ഞങ്ങൾ ദൈവപിതാവിന് ആയി ആരാധിക്കാനായി ഉള്ള ആ ഒരു മാസവും പിതാവിൻ്റെ ബഹുമാനാർത്ഥം നടത്തുന്ന കൂടാരത്തിരുന്നാളും. ഇതിലൊന്ന് രണ്ട് ചീത്തവാക്കുകൾ ആൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടായിരുന്നു. എനിക്ക് അവസാനം കേരള ഗവർണറുടെ അടുത്തേക്ക് വരെ കത്തയക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഒരു വ്യക്തിയുടെ പേരിൽ കള്ളക്കേസ്, ഏത് വ്യക്തിയായിക്കോട്ടെ, എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇല്ലായിരുന്നു എങ്കിൽ ഈ മൊഴി സത്യമാണെന്ന് എല്ലാവരും വിശ്വസിക്കും. ഇനി എന്നെ എന്തിനു മാറ്റി നിർത്തി, എന്നെ എന്തിനു പുറത്താക്കി? എനിക്ക് റോബിൻസണിനോടാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. റോബിൻസൺ, ഈ വീഡിയോയിൽ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അതിൽ നിന്ന് പുറത്താക്കി ചില പുരോഹിതരുടെ ചില കാര്യങ്ങൾ, ചില കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ടും അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും ആണ്. ഈ 2 വർഷക്കാലം അവർക്ക് തിരുത്താനും ഉള്ള സമയമാണ് കൊടുത്തത്. അതിനില്ല. സഭ, ജോസഫ് പൊന്നാർ വിശ്വാസത്തിലെ സദ്വാർത്ത വഴി അവിടെ ജനങ്ങളെ കൂട്ടുകയും ദൈവത്തിൻ്റെ മക്കളാക്കുകയും ആ വിശ്വാസം അവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കൊണ്ടുവരേണ്ടത് അത് സഭാവിശ്വാസികളുടെ കടമയാണ്. ഞാൻ വെറും ഒരു സഭാവിശ്വാസിയാണ്. അതിലെ ഒരു പുരോഹിതനോ അതിലെ ഒരു ശുശ്രൂഷകനുമല്ല. പക്ഷേ എൻ്റെ സഭയിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് തിരുത്തേണ്ടത് അത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. മേടിച്ചില്ല, സിയോണിക്കാരനായിട്ടാണ്. ബാഡ്ജില്ല, കൊല്ലൂരിന്ന് അത് തന്നെ സിയോണിന്ന് കുറച്ചാളായിട്ട് മാറ്റി നിർത്തിയതാണ്. അപ്പൊ വരാനല്ല, ഇവിടെ കയറുന്നോണ്ട് ഒരു പ്രശ്നമില്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കോടതിയിലേക്ക് ഇല്ല, നവീൻ അറിയാൻ കാര്യം, നവീൻ വിളിച്ചാൽ മതി. അറിയില്ല, ഞാൻ ഒരു വർഷമായത്. ആ മതി മതി മതി. കൊല്ലൂര് ഗെറ്റ്സമനിൽ നിന്ന് ഉണ്ടായതാ. ജോസ്പൂർ ഹസ്ബൻഡ്. കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ബാഡ്ജ് വേണോ? അല്ല, എന്നെ മാറ്റി നിർത്തി എന്തിനാന്ന് പറയണം. മാറ്റി നിർത്തിയതാ, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഒരാളെ മാറ്റി നിർത്തിയില്ലാന്ന് ചേട്ടൻ അറിഞ്ഞൂടാ. കാര്യല്ല പറയേണ്ടത്. പറയാൻ
ഇങ്ങനെ കൊണ്ടുവന്നില്ല. ഇനി വരുമ്പോൾ കൊണ്ടുവരണം കേട്ടോ. ഇവിടെ ഇവിടെ ഇല്ല ചേട്ടാ, ഒരാള് ഫോൺ എടുക്കില്ലല്ലോ. ബ്ലോക്ക് ചെയ്ത് വെച്ചോക്കാ, ബ്ലോക്ക് ചെയ്ത് വെച്ചോക്കാ, മൊത്തങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചോക്കാ. എന്തിന് നവീൻ വരെ ബ്ലോക്ക് ചെയ്ത് വെച്ചോക്കാ? കാരണം പറഞ്ഞാൽ മതി, മാറ്റി നിർത്തി. കാരണം പറഞ്ഞ പോരെ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു വർഷമായിട്ട് കൂട്ടായ്മ പോകുന്നില്ലല്ലോ. ഒരു വർഷത്തിന്റെ അല്ല, കൂട്ടായ്മയില് കയറരുതെന്ന് പറഞ്ഞിട്ടുള്ളതാരാ? കൂട്ടായ്മയിൽ കയറില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാരാ? ആ കാരണമാണ് ചേട്ടാ ചോദിക്കണ, കൃത്യമായ കാരണം പറയാനവിടെ. ജോസ് മാത്യു ചേട്ടനെ വിളിച്ചോ നിങ്ങള്? റീജണൽ കോർഡിനേറ്റർ ജോസ് മാത്യുവിനെ എല്ലാം അറിയാം. ചേട്ടാ കയറി അത് കയറി ഇവിടെ നിൽക്കണേ. ഇവിടെ അക്ഷി പല പാർട്ടിയുണ്ടോ വളരെ അവരോട് പറഞ്ഞാൽ പറ കേട്ടോ. സൈഡോട് സൈഡോട് ഓക്കെ. അല്ല അവിടെ കയറി ഹെൽപ്പ് ഡെസ്കിലോടെ അല്ലേ കേട്ടോ. Eliashi, what do you do? आप लोगों का अकोमोडेशन किधर है? पेशेंट है है ना? मोड़ा बात नहीं है? അതൊക്കെ അറിയാം. അത് പാടി കിട്ടില്ല, എല്ലാവരും ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടാതെ കഴിഞ്ഞിട്ടെങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന. ചേട്ടാ ഞാനേ ഒരു 7-8 മാസമായി. എന്നെ എന്തിനാ മാറ്റി നിർത്തിയോക്കണം എന്നുള്ളതില്ല. അതൊന്നും ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാനുള്ള സമയമില്ല. അത് നിങ്ങൾക്ക് നേരത്തെ സംസാരിക്കാം. എൻ്റെ ചേട്ടാ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവര് വിളിക്കണ്ടേ. ഞാൻ കഴിഞ്ഞ ജൂലൈയിൽ നോക്കി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആലയത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു പോകാൻ വന്നിട്ടുള്ളതാ. മനസ്സിലായി? ഞാൻ ഒരു 10-13 കൊല്ലമായി സഭം വിട്ട് സിയോൻ വിശ്വാസം കൂടിയിട്ട്. എന്നെ മാറ്റി നിർത്താനുള്ള ഒരു കാരണമുണ്ട്. നിങ്ങൾ ജോസ് മാത്യു ഉണ്ട്, ജോസ് മാത്യുവിനെ എന്നെ മാറ്റി നിർത്തത്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്ത് തെറ്റ് സിയോന്റെ സദ്വാർത്തയ്ക്കും സിയോണിൽ പറഞ്ഞ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു നോക്ക്.
എൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ചോദിച്ചത്. പക്ഷെ അങ്ങനെ ഡീറ്റെയിൽ നിങ്ങൾ തരില്ല. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഉത്തരവ്. ഞാൻ ജോസ് മേത്തെ എന്നെ മാറ്റി നിർത്തിയിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ജോസ് മേത്തിനോട് വിളിച്ചു വെച്ച് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ സെക്യൂരിറ്റി കൊടുത്തല്ല പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്കാർക്ക് അറിയില്ല വന്നിട്ട് തല്ലിട്ട് പോകും. അതാണ് ഉണ്ടാവുള്ളൂ. ഞാൻ വളരെ സമാധാനപരമായിട്ട്, കാരണം എനിക്കിത് നിയമ നടപടികളായിട്ട് പോകാനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കയറിനേക്കാളും എത്രയോ നല്ലതാണ്. എന്നെ എന്തിനു മാറ്റി നിർത്തി? സിമ്പിളായിട്ട് ഉത്തരം. എന്നെ മാറ്റി നിർത്തുമ്പോൾ ഉത്തരം ഉണ്ടല്ലോ, ആ ഉത്തരം പറയാൻ സിയോണിൽ ഇത്രയ്ക്കധികം പുരോഹിതന്മാരുണ്ട്. ജോസ് മാത്യു, നവി, റോളണ്ട്, ബാബു ഡോക്ടർ, ഷാൻഡോ, ചേച്ചിയമ്മയ്ക്ക് അറിയില്ല. കാരണം ചേച്ചീനെ തെറി പറഞ്ഞു എന്നാണ് ഒരു കാരണം, വാട്സപ്പ് വഴി. അതൊന്ന്. നവീനെ തല്ലി എന്നുള്ളത് വേറൊരു കാരണം. ഇപ്പം നിങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ബോംബ് വയ്ക്കാനാണ്. ഇന്നലെ നിങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് കേസ്. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഭാര്യനെ കുട്ടീനെ കാണാൻ പറ്റില്ല. അതുവരെ നിങ്ങൾ തരില്ല. നിങ്ങൾ ശരിക്കും ഇവിടെ ധ്യാനത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പറയില്ല, എല്ലാ ശുശ്രൂഷ പറയും. ഒരു പകുതിക്കധികം ശുശ്രൂഷകർ ഭയങ്കര റോങ്ങ കാണിക്കണേ. അത് കണ്ടുപിടിച്ചു, അത് പറഞ്ഞതിന്. പക്ഷെ ഈ 20-ാം തീയതി അന്ന് കയറ്റിയെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തീർന്നു പോയ പരിപാടിയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 20-ാം തീയതി കരഞ്ഞ ആ കുട്ടി അന്വേഷണ കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്. ഞാൻ 20-ാം തീയതി ആലയത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ആ പാടം വഴി വന്നിട്ട് പ്രാർത്ഥിച്ചു വന്നിട്ട്. ഹലോ, Elias.